മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിയ പേട്രിയോട്ട് ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു. 5 അർച്ചനയിൽ പോയാണ് കണ്ടത്. എന്നോടൊപ്പം അനന്തു ഗോപനും ലക്ഷ്മി ജോഷുമാണ് ഉണ്ടായിരുന്നത്. പടം ഞങ്ങൾക്ക് എൻജോയബിൾ ആയിരുന്നു. പടം നമ്മൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മലയാളത്തിൻ്റെ അഭിമാനങ്ങളായ 2 താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമ. കൂടെ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും. പിന്നെ നമ്മുടെ ഫാൽക്കണിലെ ഗോകുൽ ജോഷ് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവനെ കണ്ട് കിട്ടുന്നവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ ഞങ്ങളൊരു സമ്മാനം തരുന്നതാണ്. ഇനി പടത്തിലേക്ക് വരാം. മമ്മൂക്കയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മമ്മൂക്ക ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ രാജ്യത്തിന് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ആണ്. അതൊക്കെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള ഒരു സിനിമയാണ്. ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് ഗസ്റ്റ് റോളാണ്. 50 മിനിറ്റാണ് സിനിമയിൽ ലാലേട്ടൻ്റെ സ്ക്രീൻ സ്പേസ്. പിന്നെ കുഞ്ചാക്കോ ബോബനും വളരെ പ്രധാനപ്പെട്ട തുല്യ കഥാപാത്രം, മമ്മൂക്കായുടെ തുല്യ കഥാപാത്രത്തിലാണ് വരുന്നത്. ഫഹദ് ഫാസിലാണ് നെഗറ്റീവ് കഥാപാത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഹരികൃഷ്ണൻസിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം രാജീവ് മേനോൻ മലയാളത്തിലേക്ക് വരുന്ന ഒരു സിനിമ കൂടിയാണ് പേട്രിയോട്ട്. നെഗറ്റീവ് കഥാപാത്രമാണ്. പുള്ളി വളരെ ഗംഭീരമായിട്ട് തന്നെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. രേവതിയുണ്ട് സിനിമയിൽ, അങ്ങനെ ഇന്ദ്രൻ സേട്ടനുണ്ട്, കുറേ കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. സിനിമയെ ടെക്നിക്കൽ വൈസ് ഇറ്റ് വാസ് എ ബിഗ് വണ്ടർഫുൾ മൂവി. വണ്ടർഫുൾ ടെക്നിക്കൽ പെർഫെക്ഷനാണ് സിനിമയിൽ എന്ന് പറയുന്നത്. എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമറ്റോഗ്രഫിയും എല്ലാം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് സുശീൽ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളിയായിരുന്നു. 2 പാട്ടുകളാണ് സിനിമയിലുള്ളത്. അതിൽ മമ്മൂക്കയെ കൊണ്ട് ഒരു പാട്ട് ചുമ്മാ പറയിപ്പിച്ചത് പിന്നെ പാട്ടായിട്ട് ഒക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എങ്കിൽ സിനിമയുടെ കഥയുമായിട്ടത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമില്ല. പിന്നെ ചാക്കോച്ചൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു ദർശനയുമായിട്ട് ചേർന്നുള്ളത്. അത് ചില സമയത്തെങ്കിലും കഥയുമായി ചേർന്ന് പോകുന്നത് കൊണ്ട് അതും വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. ആക്ഷൻ രംഗങ്ങളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ആക്ഷൻ രംഗം പറയാൻ വേണ്ട, അത് രോമാഞ്ചം വന്നു. ആ സമയത്ത് നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗമായിരുന്നു. ഇൻ്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഇൻ്റർവെൽ പഞ്ചാണ്. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ആ രംഗങ്ങളാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നമുക്ക് വളരെ എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ഹാഫായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മോഹൻലാൽ, നയൻതാര തുടങ്ങിയവരൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. നയൻതാരയ്ക്ക് വലിയ പ്രാധാന്യമുള്ള റോളൊന്നും അല്ല. മമ്മൂക്കയുടെ ഭാര്യ കഥാപാത്രമായിട്ട് വരുന്നു. വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഒരു കഥാപാത്രം, അത് ഏത് മടി ചെയ്താലും ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിരുന്നു. പിന്നെ സിനിമയിൽ മറ്റ് ടെക്നിക്കൽ വശമെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗൊക്കെ അടിച്ചു, ചില ഭാഗത്തൊക്കെ ലാഗ് അടിച്ചു. എങ്കിൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ട് അവസാനിപ്പിച്ചു. പിന്നെ ചില രംഗങ്ങൾ നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത ചില രംഗങ്ങൾ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഒരു രംഗമൊക്കെ അത് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് സ്പോയിലർ ആകണ്ട എന്ന് കരുതി പറയുന്നില്ല എന്നേ ഉള്ളൂ. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ഘടകങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.